30th IFFK എങ്ങനെയുണ്ട് ഓവറോൾ? ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മടുത്തു. എനിക്ക് ചിലപ്പോൾ ഒരുപാട് നല്ല IFFK കണ്ടുകൊണ്ടാവാം എനിക്കിതൊരു വൈബ് കിട്ടാത്തത്. അതെൻ്റെയാണ്, മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. മറ്റുള്ളവരൊക്കെ ചിലപ്പോൾ സുഖിപ്പിച്ച് സംസാരിക്കും, ഞാൻ സുഖിപ്പിച്ച് സംസാരിക്കാനും റെഡിയല്ല. എനിക്കൊരു വൈബ് കിട്ടിയില്ല. എന്താണ് പഴയ ഒരു ഓളമൊന്നും തോന്നാത്തത്? ഒന്നുമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഇപ്പം എൻ്റെ വായിന്ന് പറയണേ കാട്ടി നിങ്ങൾക്ക് തന്നെ അതറിയാം. ഇപ്പം ഞാൻ ഒരാൾ സത്യം പറഞ്ഞുകൊണ്ട് ഇവിടെ ഒന്നും നന്നാവാനൊന്നും പോകുന്നില്ല. കാരണം ആർക്കും അസത്യമാണ് ഇഷ്ടം, സത്യം ആർക്കും ഇഷ്ടമല്ല. സത്യത്തിൻ്റെ മുഖം എന്നും വികൃതമായിരിക്കും. അപ്പം സത്യം പറയുന്ന എന്നെ ആർക്കും ഇഷ്ടമല്ലായിരിക്കും. ആരും ഇഷ്ടപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. എന്നെ ഇഷ്ടപ്പെടാൻ ഞാൻ മതി. IFFKയിലെ നേതൃമാറ്റത്തിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? അത് വളരെ ബോറാണ്. കാരണം 1.5 മാസം ഉള്ളപ്പം അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കാര്യമില്ല. ബാക്കി എല്ലാ സ്ഥാനങ്ങളിലും എല്ലാവരും ഇരിപ്പുണ്ട്. അപ്പം ഒരാൾക്കൊരു അഭിപ്രായം പറയാൻ പാടില്ലേ? പുള്ളി സപ്പോർട്ടൊന്നല്ല, ചിലൊരു അഭിപ്രായമല്ല പുള്ളിയുടെ പറഞ്ഞത്. അതിനെന്തിനാണ് പുള്ളിയെ മാറ്റിയത്? പക്ഷെ പുള്ളി ഉണ്ടായ ഒരു ഓളം ഈ വർഷം ഇല്ല. പുള്ളി ഇന്ന് ഞാൻ ഒരു സ്റ്റോളിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞ വർഷം ഇവിടെ വന്ന് എന്തൊരു ഓളമായിരുന്നു എന്ന്. ശരിയാണ്, ആ നിറഞ്ഞ സാന്നിധ്യം സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഇരുന്ന് കഴിക്കാൻ നമുക്ക് പലരെയും നമുക്കറിയില്ല. ഇത് പരിചയമായൊരു മുഖമായ പോലെ ഒരു അഹങ്കാരമില്ലാത്ത എളിമയുള്ള ഒരു മുഖത്തിൻ്റെ ഉടമയാണ് പുള്ളി. അപ്പോൾ അത് കാണുമ്പം അത് നമുക്കൊരു സുഖമാണ് അല്ലേ? പക്ഷെ ഇവിടെ ആർക്കും അറിയില്ല. ഈ IFFKയിൽ മാത്രം കാണുന്ന ചില മുഖങ്ങളുണ്ട്. നമ്മളെ എന്തെങ്കിലും ചോദിച്ചാൽ എന്താണെന്ന് വെച്ചാൽ കുന്തോന്ന് പറയുന്നവരാണ് ഇവിടെ പലരും. അത് കുഴപ്പമില്ല, കാരണം അവരുടെ ഇഷ്ടത്തിനൊത്ത് നമ്മൾ ആൻസർ പറയാത്തത് കൊണ്ടാണ്.